ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ശങ്കരപ്പള്ളിക്കാരൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ Lenovo IdeaPad Gaming 3 എന്ന ലാപ്ടോപ്പ് ഇവിടെ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചന്മാരെ, ഇങ്ങനത്തെ ഒരു ബോക്സിനകത്താണ് നമ്മുടെ ലാപ്ടോപ്പ് കിട്ടുന്നത്. നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നിന്ന് ലാപ്ടോപ്പ് തുറന്നു വരുന്നേക്കും നമ്മുടെ യൂസർ മാനുവലാണ് കിട്ടുന്നത്. കുറേ പേപ്പേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. നമ്മുടെ ലാപ്ടോപ്പ് ഇതാ തുറക്കാൻ പോവുകയാണ്. നല്ല പാക്കിങ്ങിലൂടെയാണ് നമ്മുടെ ലാപ്ടോപ്പ് കിട്ടുന്നത്. അതിൻ്റെ എല്ലാം ഊതി മാറ്റുകയാണ് എല്ലാം. പ്ലാസ്റ്റിക് കവറിലിട്ടൊക്കെയാണ് ലാപ്പ് തരുന്നത്. നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ ഊരാൻ പോവുകയാണ്. നമ്മുടെ ലാപ്ടോപ്പ് നല്ല മാറ്റ് ഫിനിഷിലുള്ള ലാപ്ടോപ്പ് വരുന്നത്. അപ്പം മച്ചന്മാർ നമ്മുടെ ലാപ്പ് തുറക്കാൻ പോവുകയാണ്. തുറന്നു വന്നു കഴിയുമ്പം ആദ്യം ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മുടെ ലാപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ലാപ്പ് കാണുന്നത്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ മ്യൂസിക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പക്ക ക്വാളിറ്റിയിലൂടെയാണ് ഈ മ്യൂസിക് കേൾക്കുന്നത്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയിലൂടെയാണ് ഈ വീഡിയോ നമ്മൾ കാണുന്നത്. HD 4K റെസൊല്യൂഷനാണ് നമുക്ക് വീഡിയോ കാണുന്നത്. എനിക്ക് ഈ ലാപ്ടോപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ കീബോർഡിലുള്ള ഈ വൈറ്റ് ലൈറ്റാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ എന്നാ ഒരു ചാർജിങ് പോർട്ട്. പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ IdeaPad ഗെയിമിങ്ങിന് നമുക്ക് എഴുതിയത് കാണാം. ഇപ്പോഴത്തെ സൈഡ് വരുമ്പോൾ 2 USB പോർട്ട്, അതുപോലെ ഓഡിയോ ജാക്ക്. ഇനി ഈ ലാപ്പിന് വരുന്നത് 15.6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി അത്യാവശ്യം കനം കുറഞ്ഞ ഇതാണ് വരുന്നതിൻ്റെ സൈഡൊക്കെ കണ്ടാൽ. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് IdeaPad ഗെയിമിംഗ് എന്ന് എഴുതിയിട്ടുമുണ്ട്.
പിന്നെ ഈ ലാപ്ടോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെബ് ക്യാം നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അടച്ചു വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇത് AMDയുടെ Ryzen 5 ആണ്, 5000 സീരീസ് ആണ്. പിന്നെ AMDയുടെ തന്നെ ഗ്രാഫിക്സ് കാർഡും ഉണ്ട്, പിന്നെ NVIDIയുടെ ഗ്രാഫിക്സ് കാർഡുണ്ട് RTX. അപ്പോൾ മച്ചാന്മാരെ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എന്തും പറഞ്ഞ പോലെ അട്ടക്ക് എന്ന് അടിച്ചു പൊട്ടിച്ചാൽ നെക്സ്റ്റ് ടൈം ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. So guys, keep supporting. It's me, Dany Job, and signing out. Bye bye.